പാകിസ്ഥാൻ വീണ്ടും പ്രകോപനപരമായിട്ട് വരികയാണ്. ഇന്ത്യയിലേക്ക് അതിർത്തിയിലേക്ക് ഡ്രോണുകൾ വിടുന്നു. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 2.0 വീണ്ടും പാകിസ്ഥാന്റെ ഈ നടപടി അത് എങ്ങനെയായിരിക്കും ഇന്ത്യ നേരിടാൻ പോകുന്നത്? പാകിസ്ഥാനില് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ജമ്മു അതിർത്തിയിൽ, അതായത് മാങ്കോട് സെക്ടർ, ജമ്മു, രജൌരി, രാസെ ഗ്രാമം, ഫരത് ഗ്രാമം, സാംബെ, രാംഗഡ് സെക്ടർ, ഇവിടൊക്കെയാണ് ഈ ഡ്രോൺ ഏതാണ്ട് 5ഓളം ഡ്രോണുകൾ അതിർത്തി പ്രദേശത്ത് വന്നതായിട്ടും അല്ലെങ്കിൽ ഏതാണ്ട് 10 മിനിറ്റോളം കണ്ടതായിട്ടും വീണ്ടും അത് വെടിവെച്ചിട്ടു അല്ലെങ്കിൽ ആ ഡ്രോണുകളുടെ വരവിനെ പറ്റി ആശങ്കയുണ്ട്. കാരണം ഒന്നെങ്കിൽ മയക്കുമരുന്ന് കടത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആയുധങ്ങൾ വേണ്ട രീതിയിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള ഒരു കാര്യമായിരിക്കാം. ഏതായാലും പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എത്ര കിട്ടിയിട്ടും പഠിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിന്റെ കൂടെ മൻസൂർ അൻസർ പറഞ്ഞിരിക്കുന്നത് 1000 ചാവേറുകളെ ഞാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു, എനിക്ക് 1000ഓളം ചാവേറുകൾ ഉണ്ട് രക്തസാക്ഷികളാവാൻ, ഇന്ത്യയിൽ കടന്നു കയറി ആക്രമിക്കാൻ. ഇതിനകത്ത് വേറെ വലിയൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ വിദേശ ചാവേറുകൾ ഉണ്ട്, പ്രതിഫലം പോലുമില്ലാതെ ഇന്ത്യക്കകത്ത് കയറി ആക്രമിക്കാൻ. അത് മൻസൂർ അൻസറിന്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ അവരുടെ കെയർ ഓഫിൽ വിദേശ ചാവേറുകൾ ഉണ്ട്. അത് ഒന്നും വേണ്ട, അവർക്ക് രക്തസാക്ഷിത്വം വെച്ച് നമ്മൾ ഒരു ഹൂറിയൽ സെറ്റപ്പാണ്. ഇത് കഴിയുമ്പോഴത്തേന് അവരെ മേളിൽ ചെന്നിട്ട് സംവിധാനങ്ങൾ കിട്ടും. അപ്പം ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന ഇത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണോ അതോ ഈ പറയുന്ന മൻസൂർ അൻസർ അല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കസൂരി എന്നൊക്കെ പറയുന്ന ഭീകരന്മാർ, അവരുടെ കെയർ ഓഫിലുള്ളതാണെന്ന് അറിയാം. കാരണം ഇവർക്കും ഇപ്പം ഈ രീതിയിലേക്കുള്ള സംവിധാനം പാകിസ്ഥാൻ ഒരുക്കിയിട്ടുണ്ട്. ഡ്രോണുകളും രീതിയിലേക്കുള്ള യുദ്ധക്കോപ്പുകൾ അല്ലെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി യുദ്ധം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഈ പറയുന്ന പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുന്നതായിട്ട് നേരത്തെ റിപ്പോർട്ട് അത്തരത്തിലുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക്, അപ്പൊ അവരുടേതാണോ എന്നുള്ള രീതിയിലേക്ക് അറിയത്തില്ല. ഏതായാലും പാകിസ്ഥാൻ ഒരു ആക്രമണം ഒരു പക്ഷേ ഇന്ത്യക്കെതിരെ നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒരുത്തിരുന്നുണ്ട്. ഒന്നാമതല്ല, മാത്രമല്ല ജനുവരി 26 റിപ്പബ്ലിക് ഡേ ദിനം വരുന്നുണ്ട്. ഈ ദിവസത്തിൽ നമ്മളറിയാവല്ല, ഒരു പ്രശ്നമില്ലെങ്കിൽ തന്നെയും ഇവിടെ നുഴഞ്ഞു കയറി ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പം ഈ സിന്ധൂറിന് ശേഷം ഈ പറയുന്ന മസൂദ് അൻസർ അല്ലെങ്കിൽ ഈ കസൂരി, ഇവർക്കൊക്കെ ഡാമേജ് പറ്റി ഇവന്റെ കുടുംബമൊക്കെ ഉന്മൂലനം വെച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം പെണ്ണുങ്ങളുടെ ജാവേറും ഒക്കെ വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കെയർ ഓഫിൽ ഈ ഗസ മുനമ്പിന്റെ വിഷയമുണ്ടല്ലോ, ഇവിടെ അതിന്റെ പിരിവ് നടത്തുന്നുണ്ട്. ഈ പിരിവ് നടത്തുന്ന കോടികൾ പിരിച്ചിട്ട് ഈ പൈസ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞു കയറ്റത്തിനും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള പ്രത്യാക്രമണത്തിനും കിട്ടിയ ഡാമേജിനകത്ത് നിന്ന് തിരിച്ചു കയറി, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ ഇത് അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ കഴിയുന്നവരാണെന്നുള്ള ഒരു തട്ട് കിട്ടിയതിനകത്തുനിന്ന് അവർക്കൊരു റീക്രിയേറ്റ് ചെയ്യണമല്ലോ, ഇമേജ് റീക്രിയേറ്റ് ചെയ്യണം. കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതല്ല, ഈ ഭീകരവാദികളായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ ഒക്കെ ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് അതിന് കഴിവുള്ളവരാണെന്ന് മറ്റവർക്ക് ബോധ്യം വരണം. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവന് കഴിവില്ലല്ലോ, ഇവനെ അടിച്ച് നിരപ്പാക്കി ഇവന്റെ ആലയവും പോയി അവിടെ തിരിച്ചു വരാൻ പറ്റാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യ വലിയ പ്രശ്നത്തിലാണ് അത്തരത്തില്ല. അപ്പൊ ഇന്ത്യക്കകത്ത് ഒരക്രമം മാത്രമല്ല, ഇപ്പം ഇറാനിൽ നടക്കുന്ന സംഘർഷമുണ്ട്. ഇറാനിൽ നടക്കുന്ന സംഘർഷത്തിനകത്ത് അമേരിക്ക ഇറാനെ അടിച്ചാൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനകത്തൊരു വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം അമേരിക്കയുടെ കൂടെ പാകിസ്ഥാൻ മുനീർ നിൽക്കുന്നു, അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ആ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അമേരിക്ക അവിടെ ജാതിയാണല്ലോ പ്രശ്നം. വേറെ മുസ്ലിം രാജ്യത്തെ ആക്രമിച്ച് എന്തിന് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള പ്രശ്നം വരും. അപ്പൊ ആ പ്രശ്നത്തെ മറികടക്കുന്നതിനും ഇതുപോലെ ഡൽഹി സ്ഫോടനം ഏറ്റില്ലല്ലോ, അതുപോലെ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വിചാരിക്കേണ്ടി വരും. ഏതായാലും ഇപ്പം അമേരിക്കയിൽ ഈ സമയത്ത് തന്നെ അമേരിക്കയും പാകിസ്ഥാനും കൂടിയുള്ള സൈനിക അഭ്യാസം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് അതിനകത്തുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അമേരിക്ക നടത്തുന്ന ഏത് കാര്യത്തിനും നടത്താൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഖമീനിയെ വധിക്കാൻ സാധ്യതയുണ്ട്, അവിടുത്തെ ഭരണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, ആ രാജ്യത്തിനകത്ത് നിലവിൽ നിൽക്കുന്ന ഭരണ സംവിധാനത്തിന് എതിരെ പ്രക്ഷോഭം നടത്തുന്നവരെ സഹായിക്കാൻ സാധ്യതയുണ്ട്. ആ രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനകത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ടായാൽ അത് പാകിസ്ഥാനെ ബാധിക്കാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ വഴിതിരിക്കണമെങ്കിൽ ഇന്ത്യക്കകത്തൊരു അക്രമം ഉണ്ടാക്കണം. കാരണം അവിടുത്തെ വിഡ്ഢികൾക്ക് അവന്മാർ ജനിക്കുന്നത് തന്നെ ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നതിനും ഇന്ത്യക്കെതിരെ അക്രമം നടത്തുന്നതിനും അവന്റെ ജന്മം അല്ലെങ്കിൽ ആ
എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിനെ ആ രീതിയിലേക്കുള്ള ഓപ്പറേഷൻ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തിരച്ചിൽ വളരെ വ്യാപകമായിട്ട് ഇന്ത്യൻ സേന നടത്തുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് എത്രത്തോളം അല്ലെങ്കിൽ ആയുധങ്ങളോ അല്ലെങ്കിൽ മയക്കുമരുന്നുകളോ മറ്റ് നിരീക്ഷണങ്ങളോ ഒക്കെ ആയിരുന്നോ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട്. ഈ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതിർത്തിയിൽ സേന വളരെ സജ്ജമാണ്, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം വളരെ കൃത്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് ഇന്ത്യ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടും അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യും. ഈ മസൂദ് അസറിന്റെ 9ഓളം ഭീകര താവളങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. എന്നിട്ട് ഇയാൾ പഠിക്കില്ല എന്നുള്ളത് തന്നെ. മസൂദ് അൻസറിന്റെ കുടുംബവും അല്ലെങ്കിൽ ഭീകരവാദ കേന്ദ്രങ്ങളും ഒക്കെ തകർത്ത് മസൂദ് അൻസറിന് ഒളിക്കാൻ പറ്റാത്ത സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അയാളെ ഒളിപ്പിക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് പാടുപെടുന്നു എന്നൊക്കെയുള്ള വാർത്ത വന്നല്ലോ. അതിനുശേഷം POK ഇയാൾ വന്നിരുന്നപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ രഹസ്യാന്വേഷണ പോകാൻ ഇന്നടത്തുണ്ടെന്ന് പറയുമ്പോൾ അവനോട് ഓടിയ കാര്യമൊക്കെ അറിയാം. അതായത് ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇവന്മാർക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിന്റെ കെയർ ഓഫിൽ കോടികൾ പിരിച്ചിട്ട് വീണ്ടും സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ടാക്കുന്നു. അതാണ് ഇപ്പം ഇതിന്റെ കൂടെ അയാൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ ഡ്രോൺ അല്ലെങ്കിൽ ഇന്ത്യയെ എനിക്ക് ആക്രമിക്കാൻ സാധിക്കും, ഇന്ത്യക്ക് അറിയത്തില്ല, എന്റെ കയ്യിൽ 1000ഓളം ചാവേറുകളുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ രഹസ്യാന്വേഷണ വിഭാഗം അനുസരിച്ച് ഏതാണ്ട് 60-70ഓളം വിദേശചാരന്മാർ, പാകിസ്ഥാൻ അപ്പുറമുള്ള വിദേശചാരന്മാർ ഇന്ത്യ ആക്രമിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. അപ്പൊ ഈ കസൂരിയും ഇവനുമൊക്കെ വീണ്ടും ഇവന്മാർ ഇപ്പം ഒന്നുമല്ലാത്ത നനഞ്ഞ പടക്കമാണെന്നുള്ള രീതിയിൽ ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം, ഇപ്പം ഈ ഡൽഹി സ്ഫോടനം ഇന്ത്യക്ക് അകത്ത് നടക്കുന്നു. ഇവർ കെയർ ഓഫ് പറഞ്ഞിട്ടില്ലല്ലോ, ഇത് ഞങ്ങളാ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളതിന്റെ കണ്ടെത്തലുമായിട്ട് നിൽക്കുന്നു. നമുക്കതിന് കൃത്യമായിട്ടുള്ള കണ്ടെത്തലും അല്ലെങ്കിൽ ഇതിനകത്ത് അവരുടെ ഇൻവോൾവ്മെന്റും ഒരുപക്ഷെ തെളിവുകളും വേണ്ട രീതിയിൽ ലഭിക്കാത്തതുകൊണ്ടായിരിക്കും തിരിച്ചടി ഉണ്ടാകാത്തത്. അല്ലെങ്കിൽ തിരിച്ചടിക്ക് പ്രാപ്തമായിട്ടുള്ള സമയം ഇന്ത്യ ഒരുപക്ഷെ നോക്കിയിരിക്കുന്നുണ്ടോ, തിരിച്ചടി ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് അവർ കരുതിയിരിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് തിരിച്ചടി ഉണ്ടാകുന്നതിന് ഭയന്നിരിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നേരത്തെ യുദ്ധം ചെയ്തപ്പോൾ 50 തവണയാണ് യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാകിസ്ഥാൻ ഗവൺമെന്റും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും മുനീറും ഉൾപ്പെടെയുള്ളവർ അമേരിക്കയെ സമീപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വാർത്ത പുറകെ വിട്ടല്ലോ. അപ്പൊ ഇപ്പൊ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവർ ബോധ്യപ്പെട്ടിരിക്കുകയാണ്, അവരല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇതിന്റെ പിറകിൽ പാകിസ്ഥാനാണോ, ഒരുപക്ഷെ പാകിസ്ഥാന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ പ്രകോപനം ഉണ്ടാക്കിയിട്ട് തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നുള്ളതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അവർക്ക് രാഷ്ട്രവും മറ്റു കാര്യങ്ങളൊന്നുമല്ല, അരാജകത്വം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഈ അവരുടെ മേൽക്കോയ്മ കാണിക്കുക, ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് കാണിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഗുണമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് അറിയത്തില്ല. ഏതായാലും ജനുവരി 26 എപ്പോഴും ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനവും അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിലൊക്കെ നമ്മൾ കൂടുതൽ കരുതൽ എടുക്കാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന ഭീകരവാദികൾ, പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികളൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം അതിനകത്ത് അത് വളരെ കൂടുതലായിട്ട് അതിനുവേണ്ടി ശ്രമം നടത്തുന്നുള്ള ഇന്ത്യ രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടുള്ള നിരീക്ഷണമാണോ, അല്ലെങ്കിൽ ആയുധം കടത്തലാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്ന് കടത്തലാണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. അതിർത്തി വളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിർത്തി നമ്മൾ ഇപ്പം ബംഗ്ലാദേശ് അതിർത്തിയും അല്ലെങ്കിൽ ജമ്മു അതിർത്തിയും ഈ പറഞ്ഞ ഗുജറാത്ത് നേരത്തെ അതിർത്തികളെല്ലാം വളരെ ശക്തമായിട്ട് സേന ജാഗ്രതയിലാണ്. ഈ സിന്ധൂറിന് ശേഷം വളരെ കൂടുതൽ ജാഗ്രതയിലാണ്. ഇപ്പം അത് കൂടുതൽ നിരീക്ഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ.